ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സോൾട്ട് ആൻഡ് പെപ്പർ ദ സ്പൈസസ് ഓഫ് ലൈഫ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പനിയാരം എന്ന് പറയും കേട്ടോ. അപ്പോൾ റവയും മൈദ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പനിയാരം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ വേണം, ഒരു 200 ഗ്രാം ഉണ്ടാവും. പിന്നെ അതേപോലത്തെ ഒരു കപ്പിൽ പകുതി റവ വേണം. പിന്നെ ഒരു 10 രൂപയുടെ ചെറിയ പാൽപ്പൊടിയുടെ പാക്കറ്റ്, അതിൻ്റെ പകുതി വേണം. പിന്നെ പൊടിച്ച പഞ്ചസാര ഉണ്ട്, വാനില എസൻസ് ഉണ്ട്, പിന്നെ കുറച്ച് പൈനാപ്പിൾ അരിഞ്ഞ് വെച്ചതുണ്ട്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ തുടങ്ങാം. ഒരു ബൗളിലേക്ക് മൈദ ഇടാം. മൈദ ഇട്ടു. ഇനി നമുക്കിതിലേക്ക് റവ ചേർക്കാം. റവ ആണെന്ന് നിർബന്ധമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. റവ ചേർക്കാം. പിന്നെ പൊടിച്ച പഞ്ചസാര, നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര അതിലേക്ക് ചേർക്കാം. പിന്നെ പാൽപ്പൊടിയുടെ പാക്കറ്റ് പകുതി ആട്ടോ ഞാൻ ചേർക്കുന്നത്. പാൽപ്പൊടി വേണമെന്നില്ല, പാൽ ഒഴിച്ചാലും മതി. എന്നിട്ട് നമ്മൾ ഒരു വാനില എസൻസ്, ഒരു 2-3 ഡ്രോപ്പ് വാനില എസൻസ് ഒഴിക്കാം. വാനില എസൻസ്, പൈനാപ്പിൾ എസൻസ് എന്തായാലും മതി. പിന്നെ നമ്മൾ കുറച്ച് അരിഞ്ഞു വെച്ച പൈനാപ്പിൾ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് തിക്കായിട്ട് നമുക്ക് കലക്കിയെടുക്കാം. പച്ചവെള്ളം ആട്ടോ ഒഴിച്ചത്. അപ്പോൾ അത് ഈ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. എന്നിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് വരെ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ചട്ടി നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിക്കുക. ആ കുഴി നിറയരുത് കേട്ടോ എണ്ണ, അടിയിൽ കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായി. അപ്പോൾ നമ്മളിത് ഓരോ തവി മാവ് എടുത്തിട്ട് ഓരോ കുഴിയിലും ഒഴിച്ചു കൊടുക്കുക. ഫില്ല് ചെയ്യുക കേട്ടോ മാവ്. എന്നിട്ടിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മളൊരു ഉണ്ണിയപ്പത്തിൻ്റെ സ്റ്റൈലല്ല ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഓയിൽ അധികം വേണ്ട. ഇങ്ങനെ നമുക്കെല്ലാം ഫില്ല് ചെയ്യാം. ഫ്ലെയിം നല്ല ലോ ആയിട്ട് വെക്കണം. പിന്നെ കരിഞ്ഞു പോകുന്നില്ല. പിന്നെ സൈഡ് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ബ്രൗൺ കളറായി വരുന്നത്. അപ്പോൾ മറിച്ചിട്ടാൽ മതി. അപ്പോൾ കണ്ടോ, 2 സൈഡും നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു 1-2 പ്രാവശ്യം കൂടി ഉണ്ടാക്കാനുള്ളതുണ്ട്. അപ്പോൾ എല്ലാം ഉണ്ടാക്കട്ടെ. ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ടോ, ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ അവരുടെ കഴിച്ചു നോക്കിയിരുന്നു. അപ്പോൾ നമുക്കൊന്ന് അതിനകത്ത് എങ്ങനെ ഇരിക്കണമെന്ന് കാണിച്ചു തരാം. കണ്ടോ, അപ്പോൾ അതിനകത്ത് ആ പൈനാപ്പിളിൻ്റെ കഷ്ണമൊക്കെ ഇടയിൽ ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ പനിയാരം നമുക്ക് സ്വീറ്റായിട്ടും സ്പൈസി ആയിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ സ്വീറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കുക, എങ്ങനെ ഉണ്ട് എന്നുള്ളത് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.